ഇളംകാറ്റിൽ ഇളകിയാടുന്ന ആലിലകൾ, തെറ്റിപ്പൂക്കളും ചെമ്പകവും ചിരിച്ചു നിൽക്കുന്ന പൂങ്കാവനത്തിൽ കാളിയനു മുകളിൽ നൃത്തമാടുന്ന കണ്ണൻ. അന്തരീക്ഷമാകെ നിറയുന്നത് ഭക്തിയുടെ കർപ്പൂരഗന്ധം. തൂക്കുവിളക്കിൽ മിഴിവാർന്നു കത്തുന്ന തിരുനാളം. എങ്ങും നിറയുന്നത് കണ്ണനോടുള്ള അകമഴിഞ്ഞ ഭക്തി മാത്രം. പറഞ്ഞു വരുന്നത് ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചാണ്. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കണ്ണനെ ഒരു നോക്കു കാണുവാൻ ഇവിടെയെത്തുന്ന ഭക്തരെ കാത്തിരിക്കുന്നത് വിവിധ വർണ്ണങ്ങളിൽ വരിവരിയായി തൂക്കിയിട്ടിരിക്കുന്ന ഉറികളുടെ വിസ്മയ കാഴ്ചയാണ്. ആനന്ദലോല കൃഷ്ണ. വർണ്ണക്കാഴ്ചകളുടെ വിസ്മയം തീർക്കുന്ന ഉറികളിൽ പല വലുപ്പത്തിലുള്ളവയുമുണ്ട്. അവയിൽ പലതിലും കണ്ണന്റെ ചിത്രങ്ങളും വരച്ചു ചേർത്തിരിക്കുന്നു. ഈ ഉറികൾ ഓരോന്നും ഭക്തരുടെ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കുള്ള അകമഴിഞ്ഞ സമർപ്പണമാണ്. ക്ഷേത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക്. പത്തനംതിട്ട ജില്ലയിൽ പന്തളത്തിനടുത്ത് ഉളനാട് എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായി ഉറി വഴിപാട് സമർപ്പിക്കുന്ന അപൂർവം ക്ഷേത്രമെന്ന ഖ്യാതിയുമുണ്ട്. കാലങ്ങൾക്ക് മുൻപ് ഉളനാട് ഗ്രാമവും പോളച്ചിറ ജലാശയത്തിന്റെ കരഭാഗങ്ങളും കൈതച്ചെടികൾ നിറഞ്ഞ കാടായിരുന്നു. പോളച്ചിറയിൽ കായൽമാടൻ എന്ന ഭീകര സത്വമുണ്ടായിരുന്നെന്നാണ് കഥ. സ്വാത്വികനായ ഒരു കൃഷ്ണഭക്തൻ നാടിന്റെ രക്ഷയ്ക്കായി ഗുരുവായൂരപ്പന്റെ ബാലരൂപത്തിലുള്ള പ്രതിഷ്ഠ നടത്തി. ഉണ്ണിക്കണ്ണൻ കായൽമാടന് മോക്ഷം നൽകി ക്ഷേത്രത്തിന്റെ തെക്ക് കിഴക്ക് മൂലയ്ക്കായി പേരാലിൻ ചുവട്ടിൽ കാവലാളായി കുടിയിരുത്തിയെന്നാണ് ഐതിഹ്യം. ഞങ്ങളുടെ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങളുള്ളൊരു ക്ഷേത്രമാണ്. മറ്റുള്ള ക്ഷേത്രങ്ങളെ പോലെ അല്ലാതെ നമ്മൾ ഇവിടുത്തെ നിവേദ്യത്തിന് വേണ്ടുന്ന കദളിക്കൊലയായാലും അതുപോലെ പൂവായാലും ഇതെല്ലാം ഇവിടെ തന്നെ കൃഷി ചെയ്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. നമുക്കന്ന് കദളി വാഴത്തോട്ടമുണ്ട്. അതുപോലെ എല്ലാ നിവേദ്യങ്ങളായാലും എല്ലാ കാര്യങ്ങൾക്കായാലും നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ശർക്കര ആയാലും അങ്ങനെയൊക്കെയുള്ള ഫാമിൽ നിന്നാണ് നമ്മൾ ശർക്കര എടുത്ത് ഉപയോഗിക്കുന്നത്. ബാലരൂപത്തിൽ പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. വർഷങ്ങൾക്കു മുന്നേ ഭഗവാന്റെ പ്രതിഷ്ഠാ സമയത്ത് ശ്രീകൃഷ്ണ പരുന്ത് ശ്രീകോവിലിന് മുകളിൽ വട്ടമിട്ടു പറന്നു എന്നാണ് ഐതിഹ്യം. 1135 മീനമാസത്തിലെ രോഹിണി നാളിൽ താഴമൺ മഠം വലിയ തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങ്. ഒരിക്കൽ പുനർനിർമ്മാണ സമയത്ത് താഴികക്കുടം വിളക്കിയപ്പോൾ പ്രതിഷ്ഠാ സമയത്ത് ഉള്ളിൽ സ്ഥാപിച്ച വെറ്റില വാടാതിരുന്ന സംഭവം ഏവരിലും അത്ഭുതമുളവാക്കിയിരുന്നു. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് മാത്രമല്ല ഇവിടം പ്രസിദ്ധമായിട്ടുള്ളത്. സാധനങ്ങൾ കളഞ്ഞുപോയാൽ പാൽപായസം വഴിപാട് നേർന്ന് ഭഗവാനെ വന്ന് പ്രാർത്ഥിച്ചാൽ സാധനം തിരികെ കിട്ടും എന്ന വിശ്വാസവുമുണ്ട്. ഉളനാട്ടിലെ ഉണ്ണിക്കണ്ണൻ്റെ പ്രധാന വഴിപാടാണ് പാൽപായസം. ഇവിടുത്തെ പാൽപായസത്തിന് ഒരു പ്രത്യേക രുചിയാണ്. നമുക്ക് ഒരു ദിവസം ഇത് കിട്ടിയില്ല, ഒരു മനപ്രയാസം പോലെ. പിന്നെ അതുപോലെ ഒരു പ്രത്യേക കാര്യമുണ്ട്, നമുക്ക് എന്തെങ്കിലും സാധനം നഷ്ടപ്പെട്ട ഒരു പാൽപായസം ഉണ്ണിക്കണ്ണ് വഴിപാട് പറഞ്ഞാൽ അത് ഉറപ്പായിട്ട് നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കും. ഗണപതി, ദുർഗാദേവി, രക്ഷസ്, നാഗരാജാവ്, നാഗയക്ഷിയമ്മ എന്നീ ഉപദേവതകളുമുണ്ട്. എല്ലാ വർഷവും ചിങ്ങ 1 വിശേഷാൽ പൂജകൾ നടത്താറുണ്ട്. ഓണത്തിനും ശ്രീകൃഷ്ണ ജയന്തിക്കും വിശേഷാൽ ചടങ്ങുകളുമുണ്ട്. വിനായക ചതുർത്ഥിക്ക് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഗണപതിക്ക് അപ്പം മൂടൽ എന്നിവയും നടക്കും. അഷ്ടമി രോഹിണി, കന്നിയിലെ പൂജവെപ്പ്, വിദ്യാരംഭം, തുലാമാസത്തിലെ ആയില്യം, വൃശ്ചികം 1 മുതൽ 12 വരെ നടക്കുന്ന കളഭാവതാര ചാർത്ത്, മകരവിളക്ക് എന്നിവയും പ്രധാനമാണ്. കുംഭമാസത്തിലാണ് പറക്കെഴുന്നള്ളിപ്പ്. കുംഭക്കാർത്തികയ്ക്ക് പൊങ്കാല, മീനത്തിൽ പ്രതിഷ്ഠാ രോഹിണി മഹോത്സവം എന്നിവയുമുണ്ട്. മേടമാസത്തിലെ വിഷുക്കണി ദർശനവും ഉണ്ണിക്കണ്ണന് മുഴുക്കാപ്പ് ചാർത്തിയുള്ള ദർശനവും പ്രധാനമാണ്. ഉളനാട്ടിലെ ഉണ്ണിക്കണ്ണൻ്റെ തിരുസന്നിധി എന്ന് പറയുന്നത് ആശ്രയിച്ചെത്തുന്ന ഭക്തജനങ്ങൾക്ക് സന്താനലബ്ധിയാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് നടന്നു വരുന്നത്. അതുകൂടാതെ തന്നെ മംഗല്യ തടസ്സം, ജോലി തടസ്സം എന്നിവയ്ക്കൊക്കെ മറ്റ് ഉദ്ദിഷ്ട കാര്യത്തിനായിട്ട് ഒരു വഴിപാട് നടത്തുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ്. കൂടാതെ തന്നെ എല്ലാ മാസത്തിലും രോഹിണി നാളിൽ മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജ ഇവിടെ നടന്നു വരുന്നുണ്ട്. 21 പൂജയാണ് ഒരു ക്രമം എന്ന് പറയുന്നത്. 21 മാസം കൊണ്ട് നടത്തുന്ന പൂജയാണ് ഒരു ക്രമം എന്ന് പറയുന്നത്. പിന്നെ പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ ഗണപതിക്ക് ഉണ്ണിയപ്പം വഴിപാട്, മൂടപ്പം വഴിപാട്, അത് പ്രധാന ഒരു വഴിപാടാണ്. മറ്റ് ഗ്രഹസംബന്ധമായ ദോഷങ്ങൾ അല്ലെങ്കിൽ
വിഘ്നങ്ങൾ ഒക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നടത്താറുണ്ട് മൂടപ്പം വഴിപാട്. കൂടാതെ എന്തെങ്കിലും സാധനങ്ങൾ വിലപിടിപ്പുള്ള സ്വർണവും പണവും ഒക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ രക്ഷസിന് ഇവിടെ പാൽപ്പായസം നേർന്നു കഴിഞ്ഞാൽ കണിശമായിട്ടും അത് തിരികെ അവർക്കത് കിട്ടിയിട്ടുണ്ട്. കൂടാതെ ഉത്സവത്തിന് മാടസ്വാമിക്ക് മഹാനിവേദ്യം. കുംഭത്തിലെ രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി നാളിലാണ് ഇവിടെ ഉത്സവം നടക്കാറ്. കൂടാതെ മീനത്തിലെ രോഹിണിയാണ് പ്രതിഷ്ഠാ വാർഷികമായിട്ട് ആചരിക്കുന്നത്. അന്നേ ദിവസം രാവിലെ കളഭാഭിഷേകത്തോടു കൂടിയുള്ള കലശപൂജകളും കൂടാതെ തുടർന്ന് ഉള്ള ഈ മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജയും അതുപോലെ നടക്കുന്നുണ്ട്. ബാലഭാവത്തിലുള്ള കൃഷ്ണനായിട്ടാണ് ഇവിടുത്തെ പ്രതിഷ്ഠാ സങ്കല്പം. 2 പൂജയാണ് രാവിലത്തെ ഉഷപൂജ 7:30 മണിക്ക് ശേഷം തുടങ്ങും. പിന്നുള്ള ഉച്ചപൂജയാണ്, അത് 9:30ക്ക് ശേഷം തുടങ്ങും. ഇത് 2 പൂജയ്ക്ക് ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത്, നിവേദ്യം എന്ന് പറയുന്നത് പാൽപ്പായസമാണ്. എല്ലാ രോഹിണി നാളിലും നടത്തിവരുന്ന മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജയിൽ പങ്കെടുത്താൽ വിവാഹ തടസ്സം, ജോലി തടസ്സം, സന്താന തടസ്സം എന്നിവ നീങ്ങുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. 1192 വൈശാഖ മാസം രോഹിണി നക്ഷത്രത്തിൽ ആരംഭിച്ച ലക്ഷ്യപ്രാപ്തി പൂജ ഈ ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. എല്ലാ രോഹിണി നാളിലും രോഹിണിയൂട്ട് എന്ന ചടങ്ങും നടത്തിവരുന്നു. വെണ്ണയും മധുരപലഹാരങ്ങളും പൂജാദ്രവ്യങ്ങളും നിറച്ച ഉറി വഴിപാടായി സമർപ്പിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. 100-130 വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്രത്തിൻ്റെ പണി നടന്നുകൊണ്ടിരുന്ന സമയത്ത് പല ഘട്ടങ്ങളിൽ പണി തടസ്സപ്പെടുകയും പണികൾക്ക് വിഘ്നം വരുന്ന സമയത്ത് ഇതിൻ്റെ മുന്നിൽ നിന്ന് ഭാഗവതത്തെയും ഭഗവാനെയും ഉപവസിച്ചിരുന്ന ഒരു ആചാര്യൻ പെട്ടെന്ന് ക്ഷേത്രം പണി നടന്നു കഴിഞ്ഞാൽ ഭഗവാൻ ഒരു കുടം വെണ്ണ സമർപ്പിക്കാമെന്ന് അദ്ദേഹം ഒരു വഴിപാട് പറഞ്ഞു. ആ വഴിപാട് നിന്നാണ് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് ഉറി വഴിപാടായത്. അദ്ദേഹത്തിൻ്റെ വഴിപാട് കേട്ട ഭഗവാൻ പെട്ടെന്ന് തന്നെ ക്ഷേത്രം പണി പൂർത്തിയാക്കുകയും മീനമാസത്തിലെ രോഹിണിക്ക് ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. അന്ന് മുതലാണ് ഉറി വഴിപാട് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടായത്. ഈ ക്ഷേത്രത്തിൻ്റെ മാസവരുമാനത്തിൻ്റെ 1% ചികിത്സയിലിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി എല്ലാ മാസവും ക്ഷേത്രത്തിൽ നിന്ന് നൽകാറുണ്ട്. ഇതുവരെ 2024 വർഷം ഇതുവരെ ഏകദേശം ഒരു 11 ലക്ഷം രൂപയോളം ചികിത്സയ്ക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ക്ഷേത്രത്തിൻ്റെ ഗജമണ്ഡപത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ആ വഞ്ചിയിൽ ഭക്തജനങ്ങൾ നിക്ഷേപിക്കുന്ന തുകയും കൂടെ ചേർത്താണ് എല്ലാ മാസവും ഒരു നിശ്ചിത തുക പലർക്കായിട്ട് കൊടുക്കാറുള്ളത്. ലക്ഷ്യപ്രാപ്തി പൂജയിൽ പങ്കെടുത്ത് ആഗ്രഹ സഫലീകരണം ലഭിച്ച ഭക്തരാണ് ഉറി വഴിപാട് സമർപ്പിക്കുന്നത്. പൂജയ്ക്ക് ശേഷം ഉറികൾ നാലമ്പലത്തിന്റെ മേൽക്കൂരയിൽ തൂക്കിയിടും. ഇത്തരത്തിലുള്ള 100 കണക്കിന് ഉറികൾ ഇവിടുത്തെ വേറിട്ട കാഴ്ചയാണ്. ഗജമണ്ഡപത്തിൽ ഇതിന് താഴെയിരുന്നാണ് ലക്ഷ്യപ്രാപ്തി പൂജയിൽ ഭക്തർ പങ്കെടുക്കുന്നത്. ഞങ്ങളുടെ ക്ഷേത്രം ഇത്ര ഉയർന്നതിന് എൻ്റെ കണ്ണൻ്റെ സഹായമാണ്. ഞങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നത് കണ്ണൻ തന്നെ. ഈ ഭക്തരെ എല്ലാം ഏത് രൂപത്തിലാണ് കൊണ്ടുവരുന്നതെന്നുള്ളത് എനിക്ക് തന്നെ അറിയത്തില്ല. എവിടെ നിന്നെല്ലാം വരുന്നത് ജനങ്ങളാണ്. 14 ജില്ലയിലെ ആളുകൾ കയറി വരും. എന്ത് വിഷമം ഉണ്ടെങ്കിലും നമ്മൾ വന്ന് ഭഗവാനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനാണ് അത് സാധിച്ചു തരുന്നത്. അതുപോലെ ഒരു ജോലിയുടെ കാര്യമാണെങ്കിലും കുഞ്ഞുങ്ങളുടെ കാര്യമാണെങ്കിലും എന്താണെങ്കിലും ഭഗവാനാണ് സാധിച്ചു തന്നിട്ടുള്ളത്. എല്ലാ ദിവസവും ഭക്തർക്ക് വഴിപാട് നടത്താം. രാവിലെ 6:30 മുതൽ 10 മണി വരെയും വൈകുന്നേരം 5:30 മുതൽ 6:15 വരെയുമാണ് വഴിപാട് സമർപ്പണം. 500 രൂപ നൽകിയാൽ ക്ഷേത്രത്തിൽ നിന്നും ഉറിയും കലവും ലഭിക്കും. ഉറിയിൽ നിറയ്ക്കാനുള്ള അവൽ, പഞ്ചസാര, കൽക്കണ്ടം, ശർക്കര ഇവ എപ്പോഴും ക്ഷേത്രത്തിൽ ലഭിക്കും. മറ്റു സാധനങ്ങൾ ഭക്തർ പറയുന്നതനുസരിച്ച് ക്ഷേത്രത്തിൽ തയ്യാർ ചെയ്തു തരും. വെണ്ണ, കൽക്കണ്ടം, പഞ്ചസാര, അവൽ, ശർക്കര, കദളിപ്പഴം ഇവ ഉളനാട്ടിലെ ഉണ്ണിക്കണ്ണനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തർ ഉറിയിൽ നിറയ്ക്കുന്നു. നിറച്ച ഉറി ശ്രീകോവിലിന് ചുറ്റും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ഒരു പ്രദക്ഷിണം വച്ച ശേഷം നമസ്കാര മണ്ഡപത്തിൽ വയ്ക്കുന്നു. അതിനുശേഷം ഉറിയിലെ വിഭവം മേൽശാന്തി ഉണ്ണിക്കണ്ണന് നേദിക്കുന്നു. നേദിച്ച ശേഷം ഉറി സമർപ്പിച്ച ആൾക്ക് പ്രസാദമായി നൽകും. ഉറി വഴിപാട് നടത്തുന്നതിലൂടെ ഭക്തന്റെ ഏതാഗ്രഹവും ഉളനാട്ടിലെ ഉണ്ണിക്കണ്ണൻ സാധിച്ചു തരുമെന്നാണ് വിശ്വാസം. ഉറികളുടെ വർണ്ണക്കാഴ്ചയും ഭക്തിയുടെ പാൽപായസവും നുകർന്ന് ഈ യാത്ര ഇവിടെ പൂർണ്ണമാകുന്നു.